ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്ന സ്കിച്ചൻ. അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് കക്കറൊട്ടിയാണ്. ഇതിന് നമ്മളവിടെ പറയുന്നത് കുഞ്ഞിപ്പത്തൽ എന്നാണ്. പിന്നെ ചിലർ കുഞ്ഞിപ്പത്തിരി എന്ന് പറയാറുണ്ട്, അങ്ങനെ കുഞ്ഞിപ്പിടി എന്ന് പറയാറുണ്ട്. അങ്ങനെ പല പല പേരിൽ അറിയപ്പെടുന്ന ഒരു സാധനം കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പിന്നെ നമുക്ക് നോമ്പിനൊക്കെ നമുക്ക് ഇതൊരു വിഭവം മാത്രം മതിയാവും കഴിക്കാനായിട്ട്. അപ്പം നമുക്കിതിൻ്റെ റെസിപ്പി നോക്കാം. ഇതിനു വേണ്ടി ഞാനൊരു പാത്രത്തിലേക്ക് 2.25 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ തീ കത്തിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ. ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം നെയ്യില്ലെങ്കിൽ അതിന് പകരമായിട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുക. അപ്പം വെള്ളം നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്ന പൊടിയുടെ ബാക്കിൽ നോക്കുക. അതിൻ്റെ ബാക്കിൽ അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും. 1 കപ്പ് പൊടിക്ക് എത്ര വെള്ളം എടുക്കണം എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. എല്ലാം സെയിം ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് കറക്റ്റ് പറയാത്തത്. അപ്പോൾ ഇത് എപ്പോഴും പൊടി ഇട്ടാൽ ഒന്ന് നല്ലപോലെ ആ വെള്ളത്തിൽ ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടച്ച് വെച്ച് ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായി ഒന്ന് ആവി കയറിയാൽ തന്നെ നമ്മുടെ പൊടി നല്ലതായിട്ട് വരും. നമ്മുടെ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടോടെ തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. അത് ഉണ്ടാക്കിയ ശേഷം ഒരു 5 മിനിറ്റ് തീ ഓഫ് ചെയ്ത് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ്, ഞാനിപ്പോൾ ചൂടോടെ തൊടാൻ പറ്റില്ലല്ലോ നമുക്ക്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്റ്റീൽ ഗ്ലാസ് വെച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഇത് ഉണ്ടാക്കുന്ന ശരിക്കും രീതി എന്ന് പറയുന്നത് നമ്മൾ അരി അരച്ച് വെച്ചിട്ട് ഉണ്ടാക്കുന്നതാട്ടോ. പക്ഷേ ഇതൊരു ഈസി വേ ആണ്. അപ്പോൾ ഇങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റാട്ടോ. നമ്മൾ അരി അരച്ചുണ്ടാക്കുന്ന അതേപോലെ തന്നെയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. ഞാൻ എളുപ്പത്തിനൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാറ്. അപ്പോൾ ഈ പൊടി നല്ല പോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുകൊണ്ട് നമുക്ക് പിടി ഉണ്ടാക്കിയെടുക്കണം. ചെറിയ ചെറിയ ഒരു ഉരുളകളായിട്ട് എടുത്ത ശേഷം നമുക്ക് കയ്യിലിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. കണ്ടോ, ചെറിയൊരു പത്തിരിയുടെ പോലെ ഇല്ലേ ഇപ്പോൾ. അപ്പോൾ അതുപോലെ കുഞ്ഞി പത്തിരി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് മുൻപായിട്ട് ഞാൻ നമ്മുടെ ബീഫ് വേണമല്ലോ ഇതിലേക്ക്, അപ്പോൾ അതൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കട്ടെ കേട്ടോ. അതിനുശേഷം നമുക്കിത് സമാധാനത്തിലിരുന്ന് ഉരുട്ടിയെടുക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ ബീഫാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ചിക്കൻ വെച്ചോ മട്ടൻ വെച്ചോ ഒക്കെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു കുക്കറിലേക്ക് ഒരു 2 മീഡിയം സൈസ് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൽ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. ഇനി ഇതിലേക്ക് ഒരു 2 മീഡിയം സൈസ് തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് മസാലകൾ ചേർക്കാം. 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി, അത്യാവശ്യം എരിവുള്ള മുളക് പൊടി തന്നെ കേട്ടോ ഞാൻ ചേർത്തത്. ഇനി നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇത് വെള്ള കുരുമുളക് പൊടി കേട്ടോ. അപ്പം എൻ്റെ കയ്യിൽ കറുപ്പ് ഇപ്പം ഇല്ലായിരുന്നു, അതുകൊണ്ട് ഇത് ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അധികം എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാം. ഇനി മല്ലിപ്പൊടി വേണം. 2 ടേബിൾ സ്പൂൺ നിറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ തക്കാളിയും ഉള്ളിയും ഒക്കെ ഒന്ന് നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഒരു വിസിൽ വരുന്ന വരെ വേവിച്ചെടുത്താൽ മതി. അതിലേക്ക് ഞാൻ മുറിച്ച് വെച്ച് ബീഫ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ബീഫ് മുറിച്ച് വെക്കുമ്പോൾ അത് ചെറുതായിട്ട് മുറിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ബീഫ് ഒന്ന് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ അടച്ചു വെച്ച് വേവിക്കാനും വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ നമ്മുടെ കുഞ്ഞിപ്പിടി എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഒരു വെള്ളം നല്ല തിളച്ച ശേഷം അതിലിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കാൻ പോവാണ്. അപ്പം ഇത് കുറച്ച് റിസ്കി വേ ആട്ടോ. പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം ഇങ്ങനെ ചെയ്തെടുക്കാറ്. ചില സമയത്ത് ഞാൻ സ്റ്റീം ചെയ്തെടുക്കാറുണ്ട്. അപ്പം നിങ്ങൾ ഫസ്റ്റ് ടൈം ചെയ്യുകയാണെങ്കിൽ ഒരു അപ്പത്തട്ടിൽ വെച്ച് ഇതൊന്ന് നന്നായിട്ടൊന്ന് ആവി കയറ്റിയെടുത്താൽ മതി. ഇപ്പം ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുന്നു എന്നേ ഉള്ളൂ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വെള്ളം നന്നായി തിളച്ച ശേഷം ഇതിട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് നന്നായി തിളച്ച ശേഷം നമുക്കിത് അപ്പം തന്നെ ഊറ്റിയിട്ട് അതിൻ്റെ മേലെ കുറച്ച് തണുത്ത വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫൈനൽ സ്റ്റേജാണിത്.
അപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിവാക്കണമെങ്കിൽ ഓയിൽ വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം കേട്ടോ. പക്ഷേ ഇത് വെളിച്ചെണ്ണയിലാണ് ടേസ്റ്റ്. പിന്നെ ഞാൻ ചേർത്ത ബീഫ് എന്ന് പറയുന്നത് അത് ഒട്ടും നെയ്യില്ലാത്ത ബീഫാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ ചെറിയ ഉള്ളി ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചേർത്താൽ മതി, ഒരുപാടൊന്നും ചേർക്കൊന്നും വേണ്ട. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് കളർ മാറ്റിയെടുക്കണം. ഇതിലേക്ക് തന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച് ബീഫ് ചേർത്ത് കൊടുക്കുക. ആ വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കുക. കുറച്ച് തേങ്ങയും കുറച്ച് പെരിഞ്ജീരകവുമാണ്. അപ്പോൾ 1 ടീസ്പൂൺ പെരിഞ്ജീരകവും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 മുറിയുടെ അളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. ഫ്രഷ് ഉണ്ടെങ്കിൽ ഫ്രഷ് ഉപയോഗിക്കാം കേട്ടോ. ഒതുക്കി എടുത്തിട്ടുണ്ട്. അതും കൂടെ നമ്മുടെ ഈ ബീഫിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇത് ഒന്ന് തിളച്ച് വരുന്ന സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് കുഞ്ഞിപ്പിടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പ് ആവശ്യത്തിനുണ്ടോയെന്ന് നോക്കുക, ഇല്ലെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ നമ്മൾ വേവിച്ച് വെച്ച കുഞ്ഞിപ്പത്തിരി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവാണ്. പിന്നെ ഇതൊന്ന് സ്റ്റീം ചെയ്തെടുത്തിട്ടോ അല്ലെങ്കിൽ ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടോ വേവിച്ചെടുക്കുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് വല്ലാതെ തിക്കായിട്ട് വരും. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ അത് മാത്രമല്ല ഈ കറിയൊക്കെ ഒന്ന് കലങ്ങിയിരിക്കും. അപ്പോൾ നേരത്തെ നമ്മൾ വേവിച്ചെടുക്കുകയാണെങ്കിൽ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും, ഉടഞ്ഞു പോകുന്നില്ല. നമുക്ക് എങ്ങനെ ഇളക്കിയാലും ഇത് ഇതുപോലെ തന്നെ ഉണ്ടാവും. അതിന് വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ കുഞ്ഞിപ്പിടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് കുറച്ച് നേരം ഒന്ന് ആവി കയറ്റിയെടുക്കണം. അപ്പോൾ ഇതിലേക്ക് മഞ്ഞ കളർ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 1/2 ടീസ്പൂണും കൂടെ മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളമൊക്കെ വറ്റുന്നത് വരെ ഒന്ന് ചെറിയ തീയിലിട്ട് നമുക്ക് കുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പിടി ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ അത് മാത്രമല്ല ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. ആ സമയത്ത് ഇത് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇത്രയും വെള്ളം ഇരുന്നോട്ടെ, കുഴപ്പമില്ല. അത് കുറച്ച് കഴിഞ്ഞ് നമ്മൾ കഴിക്കാനാകുമ്പോഴേക്ക് ചൂടാറുമ്പോൾ ഒന്നും കൂടെ വറ്റി പിടിച്ചിരിക്കും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി കുഞ്ഞിപ്പിടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ടായിരിക്കുന്നത്. അത് മാത്രമല്ല നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന റെഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ജസ്നാസ് കിച്ചൻ.